നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് മുതലാണ് പോലീസ് സ്റ്റേഷനായി തുടങ്ങിയത്? എന്നാൽ ഇവിടെയുള്ള എല്ലാ പരാതിയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു കൊടുത്താൽ പോരെ എന്നതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പോലീസിൽ അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകിയപ്പോൾ രാഹുലിന്റെ അഭിഭാഷകന്റെ ചോദ്യം ഉയർന്നത്. ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. ശബരിമല വിഷയം എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം, അതിനായി കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇവർ മെനഞ്ഞെടുത്ത കഥയാണ് ഇതെല്ലാം. വിറ്റായി ഈ സംഭാഷണങ്ങൾ പുറത്തുവിടുന്നത് എന്തർത്ഥത്തിലാണ് നടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പാലക്കാട്ടെ MLA ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR ഇടുകയാണെങ്കിൽ തീർച്ചയായും മുൻകൂർ ജാമ്യാപേക്ഷ തേടും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു. ജോർജ് പൂന്തോട്ടത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. പരാതിയെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാവുന്ന 2 ആളുകളെ എൻ്റെ അറിവുള്ളൂ. ഒന്ന് മുഖ്യമന്ത്രി, 2 ചാനൽ ഉടമ. 2 പേർക്ക് അറിയാവുള്ളൂ. പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം. ആ പരാതി എന്താണ്, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല. എന്താണ് പരാതി, ആരുടെയാണ് പരാതി, ആളുടെ പേര് പറയണ്ട. പരാതിയുടെ സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്. ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പറഞ്ഞു കൊടുത്തത്? അതറിയണ്ടേ. അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഈ രാജ്യത്തുള്ള ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? അത് അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ. അല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഇപ്പോൾ മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴിങ്ങനെ പരസ്യമായിട്ട് വന്നത്, രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ അവരുടെ ഓഫീസിൽ. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും, അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന, അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഓൾ ത്രൂ അതല്ലേ ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പേരില്ലേ, നിങ്ങളൊക്കെ ഇതുമായി ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇതൊന്നും ആരുടെയിലൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്, പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ എനിക്കൊരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക്
ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട സമയമായിട്ടില്ല എനിക്ക്. രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നതിന് മാത്രമുള്ള രാജ്യത്ത് എത്രയോ ബലാത്സംഗം നടക്കുന്നു, എത്രയോ ഗർഭഛിദ്രം നടക്കുന്നു, എത്രയോ വീഴ്ചകൾ നടക്കുന്നു. ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് എൻ്റർടൈൻ ചെയ്യേണ്ട കേസാണോ? അവിടെ പരിചയമുള്ള ആളുകളാണോ? ഞാൻ പറഞ്ഞ അതല്ല പറഞ്ഞത്. ആദ്യത്തെ സംഭവമാണെന്ന് ഞാൻ പറയണില്ല, അതല്ല ഒരു നടപടിക്രമം. അപ്പോൾ അങ്ങനെ അല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളിലെല്ലാം അസ്വാഭാവികതയുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം അസ്വാഭാവികതയുണ്ട്. പൊളിറ്റിക്കൽ ചില ആളുകൾക്ക് അവരുടെ ഈ പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഏർപ്പാടാണ്. ശബരിമല വിഷയം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് ഹീനമായ പ്രവൃത്തി ചെയ്യാനും ഈ ഗവൺമെൻറ് തയ്യാറാണ് എന്നാണ് രാഹുലിൻ്റെ അഭിപ്രായം. അത് അടുത്ത സ്റ്റേജ് പറയാം ഞാൻ. എന്നോട് നിങ്ങളിപ്പോൾ ലീഗൽ ഒപ്പീനിയൻ ചോദിക്കണ്ട, അത് അടുത്ത സ്റ്റേജിൽ അത് പറയാം. കേസിലേക്ക് കടന്നാൽ കേസിനെ കേസായി തന്നെ കൈകാര്യം ചെയ്യും. ഇതുവരെ കേസായിട്ടില്ലല്ലോ, 3 മാസമായില്ലേ. എല്ലാ ചാനലുകളും 3 മാസമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആർക്കും ഇതുവരെ കിട്ടില്ല. ഒരാൾക്ക് മാത്രമല്ല എല്ലാം ആദ്യമം കിട്ടുന്നത്. ഒരാൾക്ക് കിട്ടുന്നതല്ല ബാക്കിയുള്ള എല്ലാവരും പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്താ അതാ ചോദിച്ചേ, പുറത്തു വന്നതിൽ നിന്ന് എന്തുവാ കുറ്റകൃത്യമാണ്? ഇപ്പം ഞാനിപ്പോൾ 8 മണിക്കത്തെ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത കണ്ടു. ഏതോ ഒരു കുട്ടിയുടെ ഒരു ശബ്ദം കാണിക്കുന്നു, എനിക്ക് മരിക്കാൻ അങ്ങനെയാണ് ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. ആരാ ഉത്തരവാദി അതിനകത്ത്? ആര് മറുഭാഗത്ത് ആരാ? ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഉണ്ട്. അതെ, ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ട് 3 മാസമായി, എങ്ങും എത്തിയില്ലല്ലോ. എനിക്ക് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ നിഷ്പക്ഷതയെക്കുറിച്ചൊക്കെ സംശയങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അന്വേഷണത്തിൽ ഫെയർനെസ്സിൻ്റെ എലമെൻ്റ് ഇല്ല. അതാണ് രാഹുൽ എന്നോട് സംസാരിച്ചത്. എനിക്ക് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഇതിനുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ എന്നെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചില്ല. ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഈ സ്റ്റേജിൽ അത് ചോദിക്കേണ്ട കാര്യമില്ല. ഓഡിയോ ക്ലിപ്പ് അത് തെളിവാണ് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഓഡിയോ ക്ലിപ്പ് ജെനുവിനാണെന്ന് ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചല്ല. ഓഡിയോ ക്ലിപ്പ് ജെനുവിനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ശബ്ദം ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം വേറൊരാളുടെ വഴി കൊടുക്കാൻ എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്.